പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മളെല്ലാ ദിവസത്തെ പോലെ ഇന്നും കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവിനെ ഒരു ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടുന്ന് സാവകാശം ഒരുക്കി കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണ്. അപ്പോൾ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങളെ ചെയ്യാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളെ നീ അനുഗ്രഹിച്ചാട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുത്തെ യേശുമൂലം താഴ്മയായി ചോദിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് വർക്കലയിൽ നിന്ന് പ്രിയ സിസ്റ്റർ ബിജി പ്രദീപാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൺ ഫോർ ജീസസിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഓക്കെ. വർക്കലയാണോ സ്ഥലം? അതെ, വർക്കലയാണ് സ്ഥലം. ഓക്കെ. അന്നേരം നമുക്ക് എലിസബത്ത് ആൻറ്റിയാണ് നമ്മുടെ ഇതിൽ തന്നെ ടെസ്റ്റിമണി പറഞ്ഞ എലിസബത്ത് ആൻറ്റിയാണ് പ്രിയ ബിജി സിസ്റ്റർ നമ്പർ നമുക്ക് തന്നത്. ഓക്കെ സിസ്റ്റർ, നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടാ ജനിച്ചു വളർന്നത്, ഫാമിലി ആരൊക്കെ ഉണ്ടൊക്കെ ഒന്ന് പറയാം. വർക്കലയിലാണ് ജനിച്ച്, ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ, പിതാവ് വിജയരാജൻ, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു. അമ്മ ഹോം മേക്കറും ആസ് വെൽ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും, പപ്പ റിട്ടയർ ആയി, മമ്മിയും ഇപ്പം ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, വാർദ്ധക്യത്തിലായിരിക്കുന്നു, ഭവനത്തിലായിരിക്കുന്നു. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, യങ്ങർ വൺ ആണ്. അപ്പോൾ നമ്മൾ 2 പെൺമക്കളാണ്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. എൻ്റെ സിസ്റ്റർ കുടുംബമായി തിരുവനന്തപുരത്ത് സെറ്റിലാണ്. അപ്പോൾ നമ്മുടെ ദാനമായി തന്ന ചെറിയ കുടുംബത്തിലെ എൻ്റെ ഭർത്താവ് വി പ്രദീപ് ആറ്റിങ്ങൽ സ്വദേശിയാണ്. അദ്ദേഹം അൺമാൻഡ് റോബോട്ട്സിന്റെ പൈലറ്റാണ്. അതുപോലെ 2 ആൺമക്കളെയാണ് ദൈവം നമുക്ക് തന്നത്. മൂത്ത മകൻ അഖിൽ പ്രദീപ്, അവൻ MBBS ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫർദർ അങ്ങോട്ട് പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിലുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. രണ്ടാമത്തെ പൈതല് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. പക്ഷെ എൻ്റെ പാഷൻ ടീച്ചിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൊഫസറായിട്ടൊക്കെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നത്. ശരി. അപ്പോൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവമാണല്ലോ നമുക്ക് കേൾക്കാനുള്ളത്. കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നതെന്നാണ് പറഞ്ഞതല്ലേ? അതെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ. ഓക്കെ. ഹസ്ബൻഡിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ? അതുപോലെ തന്നെയാണ്. അദ്ദേഹമാണ് ആദ്യമായി, അതൊക്കെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞു. ശരി. അപ്പോൾ എല്ലാ കഥയും അനുഭവങ്ങളും കേൾക്കണം. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാം. സിസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു സാക്ഷ്യം, അതായത് ദൈവത്തെ അറിഞ്ഞ് വന്ന ആ സാക്ഷ്യം പറയുന്നതിനായി എന്നെ ക്ഷണിച്ച ആസാദി TVയിലെ എല്ലാമായ പാസ്റ്റർ ഫിന്നി, അതുപോലെ ശാന്തി സിസ്റ്റർ, എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തൊരു ചെറിയ ഭയങ്കര ഗായികയൊന്നുമല്ല, എങ്കിലും കൃപയിൽ അതൊന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്പം മാത്രം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. നന്ദിയപ്പ. ദൈവത്തിന് സർവമഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചത്, അതൊക്കെയാണ് എൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് വളർന്നതാണ്. എന്നെ ഞാൻ പഠിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിംഗ് ഒക്കെ ദൈവം എനിക്ക് കൃപയാൽ അന്നേ എന്നെ മുന്നവേ നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്കൂളിംഗ് ഒക്കെ ദൈവം തന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് കയറി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ എൻ്റെ കല്യാണമായി. അപ്പൊ 96-ലാണ് എൻ്റെ മാരേജ്. അത് ഹൈന്ദവ ആചാരപ്രകാരം ആറ്റിങ്ങൽ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ആളാണ് എന്നെ വിവാഹം ചെയ്തത്. അപ്പോ രണ്ടു കൂട്ടരും ഹൈന്ദവ ആചാരപ്രകാരത്തിൽ തന്നെ ഉള്ളവരായിരുന്നു. അങ്ങനെ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അദ്ദേഹം എബ്രോഡിലായിരുന്നു, UAE-യിലായിരുന്നു. അദ്ദേഹം ഒരു അമേരിക്കൻ കമ്പനിയിൽ അന്ന് സെക്ഷൻ ഹെഡ് ആയിരുന്നു. അപ്പോൾ എനിക്കും കൂടെ കടന്നു പോകാനൊക്കെ ദൈവം സാഹചര്യം ഒരുക്കി. പോയി. ഞാനും ആ കമ്പനിയിൽ തന്നെ ഒരു ജോലി ചെയ്യുവാനിടയായി. എഞ്ചിനീയറിംഗ് ജോബ് അല്ല, പക്ഷെ എനിക്ക് ഒഫീഷ്യലായിട്ട് ഒരു ജോബ് ഒക്കെ ചെയ്യാൻ ദൈവം എന്നെ ഒരുക്കി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ 99-ലാണ് മൂത്ത മകൻ ജനിക്കുന്നത്. അപ്പോൾ ജനിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കവേ മോനൊരു 6 മാസമായപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കടന്നു വന്നു. പിന്നെ നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. ഒരു മാസം ജസ്റ്റ് ഒരു മാസേ ആകത്തുള്ളൂ. ഒരു ദിവസം ഓഫീസിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം നമുക്ക് പാക്കപ്പ് ചെയ്യാം, നമുക്ക് പോകാം നാട്ടിലേക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആയിപ്പോയി. എന്ത് പറ്റിയ നാട്ടിലേക്ക് പോകുന്ന ഉടനെ എന്താ കാര്യം? അപ്പൊ പറഞ്ഞു, അത് എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം ഹോട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ ബോസ്, അതായത് അദ്ദേഹത്തിന്റെ ബോസിന്റെ കസിന് ചേട്ടൻ ചെയ്യുന്ന എല്ലാ ജോലിയും, ചേട്ടൻ നല്ല എക്സലന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വർക്ക് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ ടെക്നിക്സ് എല്ലാം അദ്ദേഹത്തിന്റെ ഒരു കസിന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോ അവരുടെ ഇന്റൻഷൻ എന്തെന്ന് ചേട്ടന് മനസ്സിലായി. ഞാൻ ചേട്ടൻ എന്ന് പറയുന്നെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ ചേട്ടൻ എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഹിന്ദു ആചാരപ്രകാരം ഹസ്ബൻഡിനെ ചേട്ടൻ എന്ന് വിളിച്ച് ആണ് സംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ബോസും കൂടെ സംസാരമായി. അദ്ദേഹം ജോബ് റിസൈൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ കടന്നു വരേണ്ടി വന്നു. പിന്നെ അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം 1-2 ബിസിനസ് ഒക്കെ ചെയ്തെങ്കിലും അത് സക്സസ്ഫുൾ ആയില്ല. ഞാൻ ആ സമയത്ത് കോളേജിൽ ലെക്ചറായിട്ട് കയറിയായിരുന്നു. അപ്പോൾ അന്നത്തെ ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പേ ഉള്ളതിനേക്കാളും വേഴ്സ്റ്റ് ആയിരുന്നു. അത്ര എളുപ്പം ഈസി അല്ലായിരുന്നു. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ട്രിപ്പ് പോവുകയുണ്ടായി. ആ ട്രിപ്പ് പോകുന്നതിന് മുന്നവേ ഉള്ള കാര്യം ഞാൻ പറയാം. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ നെയ്ബറായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലിയിൽ അവര് അച്ഛനമ്മ 3 മക്കളാണ്. അപ്പം അവിടെയുള്ള ആ ഒരു സഹോദരൻ ചേട്ടനുമായിട്ട് നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ നല്ല കൂട്ടായിരുന്നു അവര്. അപ്പൊ അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പിതാവും മാതാവും അവർ ബേസിക്കലി അവർ കാത്തലിക് ഫാമിലി ആണെങ്കിലും മാതാവും പിതാവും പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തിലായിരുന്നു. അതുപോലെ ആ പിതാവ് ഒരു പാസ്റ്ററുമായിരുന്നു. അപ്പോ ആ മകന്റെ കരങ്ങളിലേക്ക് ഒരു എൻവലപ്പ് കൊടുത്തിട്ട് ആ പിതാവ് പറഞ്ഞു, നാളെ നീ ഇന്ന സ്ഥലത്തേക്ക് പോയി ഈ എൻവലപ്പ്, അതായത് കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ പോയി ഈ എൻവലപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വാഹന സൗകര്യം അപ്പോഴ് ഇല്ലായിരുന്നു. അതായത് 2-3 ബസ്സൊക്കെ കയറി പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കുകയും അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതായത് രാവിലെ ഒരു 8:30 മണി സമയമായപ്പോഴും അവർ ആ ഭവനത്തിലെത്തി. എൻ്റെ ഹസ്ബൻഡ് വാഹനത്തിൽ തന്നെ ഇരുന്നു. എന്നാൽ ആ ബ്രദറ് കൊണ്ടുപോയി ഈ ലെറ്റർ ആ ഗൃഹനാഥന്റെ കയ്യിൽ കൊടുത്തപ്പോഴ അദ്ദേഹം സ്വാഭാവികമായിട്ടും നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും ഒരാൾ വരുമ്പോൾ നമ്മൾ കയറിയിരിക്കൂ, ചായ കുടിച്ചിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് വണ്ടിയിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കയറിയിരിക്കുക, ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. അപ്പൊ അദ്ദേഹത്തിന് നിരസിക്കാൻ പറ്റില്ല. ഇദ്ദേഹം കൂടെ
കയറിയിരുന്നു, ആ ഭവനത്തിൽ കയറിയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് അവരുടെ പശ്ചാത്തലവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ലെറ്റർ കൊണ്ട് കൊടുക്കാൻ പോകുന്നേ അറിയത്തുള്ളൂ. അപ്പോ ഇങ്ങനെ ചായയൊക്കെ കൊടുത്ത് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അദ്ദേഹം പേര് ചോദിച്ചു, എന്താ പേരെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പ്രദീപ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ചാടി അങ്ങ് എണീറ്റ് ഇരുന്നിടത്ത് നിന്ന്. അപ്പൊ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വല്ലാണ്ടായിപ്പോയി, എന്ത് പറ്റി എന്നുള്ളത്. ഇദ്ദേഹം വേഗം അകത്തേക്ക് ഓടി. ഇദ്ദേഹം തിരിച്ചു വരുന്നത് ഒരു ഡയറി ആയിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് ആ ഡയറി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ കാണിച്ചു. പക്ഷേ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അപ്പോ അടുത്തിരുന്ന ആ സുഹൃത്ത് കണ്ടിട്ട് പറഞ്ഞു, പ്രദീപിന്റെ പേരാണ് ആ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? എൻ്റെ ഹസ്ബൻഡ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മധ്യപ്രദേശ്. അപ്പൊ അദ്ദേഹത്തിന് മലയാളം ശരിക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പൊ മലയാളത്തിലാണ് എഴുതിയിരുന്നത്, പ്രദീപ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന് സറൗണ്ടഡ് ബൈ ന്യൂമറസ് ക്വസ്റ്റ്യൻ മാർക്സ്, ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് അതിരാവിലെ ഉള്ള 3 മണി സമയത്ത് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ഇങ്ങനെ ഒരു വ്യക്തി ഈ ഭവനത്തിലേക്ക് കടന്നു വരുമെന്നും അനേക ചോദ്യങ്ങളുമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ മുന്നിൽ വരുന്നതെന്നും ദൈവം ആ പാസ്റ്ററിനോട് സംസാരിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇതൊരു പാസ്റ്ററാണ്. അല്ലാതെ അദ്ദേഹത്തിന് പാസ്റ്ററാണോ അതാണോ ഇതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതോ ഒരു ഭവനത്തിൽ പോകുന്നു, ഒരു ലെറ്റർ കൊടുക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ സുഹൃത്തിനോട് പോകുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ ദൈവം ഒരു മുഖാന്തരം തുറന്നതായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ ഇദ്ദേഹം അതിനൊരു 2 മാസങ്ങൾ ഭയങ്കര അമ്പലവാസിയായിരുന്നു കേട്ടോ. എല്ലാ ആഴ്ചയിലും പിന്നെ അമ്പലത്തിൽ പോയി ശനിയാഴ്ച വ്രതം എടുക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ ഇത് പോകുന്നതിന് ഒരു 2 മാസം മുമ്പേ ഇദ്ദേഹം ദൈവത്തെ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ്. ദൈവം വ്യക്തിപരമായി എന്നോട് ഇടപെടുന്ന ദൈവമാണ്. അപ്പൊ അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ 2 മാസം മുന്നേ ഈ അമ്പലത്തിൽ പോക്ക് അങ്ങ് നിർത്തി. അപ്പോ കാരണം എന്തെന്ന് പറഞ്ഞാല്, അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എന്നോട് ഇടപെടണം. ഈ സംസാരിക്കാത്ത ഈ രൂപത്തിന്റെ അടുത്ത് ഞാൻ പോയിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യം ഈ 2 മാസത്തിന് മുമ്പേ ഇദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹം പതുക്കെ അമ്പലത്തിൽ പോകുന്ന പതുക്കെ കുറച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്രണ്ടുമായിട്ട് ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ വന്ന് ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പം ഇദ്ദേഹത്തിന് മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദൈവത്തെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നിന്നുകൊണ്ട് എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പ് സംവിധാനമൊന്നും ഇല്ല. അപ്പൊ ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പം അദ്ദേഹം മെസ്സേജ് അയക്കുവാണ്, ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആവും, അത്രമാത്രം മെസ്സേജ് അയച്ചു. ഓക്കെ. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. അതുപോലെ ആ പാസ്റ്റർ ബിബ്ലിക്കൽ പ്രകാരം തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഉച്ചയായി. അപ്പൊ ഊണ് കഴിക്കാൻ കൂടെ ഇരിക്കുന്ന സുഹൃത്തിന് വിശക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹത്തിന് വിശപ്പൊന്നും അപ്പോഴൊരു വിഷയമായിരുന്നില്ല. പാസ്റ്ററും കൂടെ തന്നെ ഇരുന്ന് കേട്ടോ, കഴിക്കാൻ പോകാനൊന്നും നിർബന്ധിച്ചൊന്നുമില്ല. അങ്ങനെ രാത്രി ഒരു 11:30 മണി വരെ തുരുതുര ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആ ഇരുന്ന ഇരിപ്പില് ദൈവത്തിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടാണ് തിരികെ ഭവനത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോ ഒരു 2 മണിയായി കാണും. എന്താ ഞാൻ അപ്പൊ ചോദിച്ചു അന്ന്, അപ്പോൾ ഞാൻ എന്തുവായിരുന്നു ഇത്രയും? അപ്പൊ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നടക്കുന്ന എൻ്റെ ജീവനുള്ള ദൈവം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അതേത് ദൈവമാണ്? അപ്പൊ പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എതിർത്ത് കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാവാൻ പോണ, വേറെ ഒരു പണിയില്ലേ എന്ന് പറഞ്ഞൊക്കെ ഞാൻ ഭയങ്കര എതിർത്ത്. ഞാൻ പറഞ്ഞു, രാവിലെ ആവട്ടെ, അമ്മയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്താണ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. നീ പറഞ്ഞാൽ എനിക്ക് പണി എളുപ്പമാകുമല്ലോ. അപ്പൊ എനിക്ക് പറയേണ്ടി വരില്ലല്ലേ, നീ എന്ന് പറയുവാണെങ്കിൽ നല്ലതാണ്. എന്നാലും ഓക്കെ. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്നാണ് കാണുന്നത്, രാത്രി എവിടെയാണ് പോയതെന്നൊക്കെ അമ്മയ്ക്ക് അറിയാമോ? ഇന്നാണൊക്കെയാണ് പറയുകയാണെന്ന്. അപ്പൊ അവ ഇനി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. മോർണിംഗ് വന്നപ്പോഴത്തേക്കും ദൈവം അങ്ങോട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, എന്തുവാടാ നീ എന്ത് ക്രിസ്ത്യാനിയാവാൻ പോണെന്നൊക്കെ മോള് പറയുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ യഥാർത്ഥമായ ദൈവത്തെ കണ്ടു. അപ്പൊ പറഞ്ഞു, അങ്ങനെ നിനക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റൂ, നീ ജീവിച്ച സാഹചര്യമൊക്കെ നിനക്ക് അറിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആചാരങ്ങൾ തുടരാം, പക്ഷേ എന്നെ നിർബന്ധിക്കരുത്. ഒരു നോ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, അതുകൊണ്ട് നിർബന്ധിക്കാൻ പോയി.
പിന്നെ അദ്ദേഹം ഉടനടി ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ കാറൊക്കെ ക്രേസ് ഉള്ള ആളാണ്. അപ്പൊ ഈ വണ്ടി പുതിയ ടൈപ്പ് കാറൊക്കെ മേടിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉണ്ടായിരുന്ന കാറിൽ കുറച്ച് വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതി വെച്ചു, ജീസസ് സേവ്സ്, എന്നിട്ട് ക്യാപിറ്റൽ R ക്യാപിറ്റൽ U, അതായത് RU എന്നുള്ളത് ഇട്ടിട്ട് സേവ്ഡ്. അപ്പം ജീസസ് സേവ്സ്, RU സേവ്ഡ്. അപ്പം ഈ വണ്ടിയിലല്ലേ നമ്മൾ യാത്ര ചെയ്യാനുള്ളത്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാണക്കേട് തന്നെ, ഇനി എവിടെയെങ്കിലും പോകുമ്പോഴും എങ്ങനെ പോകുന്നത്, എന്തിനാ നാണിക്കുന്നത്? ഇത് കണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ അക്സെപ്റ്റ് ചെയ്താൽ മതി, പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല, കാറിൽ തന്നെ പോകണം വരണം, ഇങ്ങനെയൊക്കെ ഇത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം നമ്മളൊരു ലോങ് ട്രിപ്പ് പോയിട്ട് തിരികെ വരുന്ന വഴി സ്വാഭാവികമായിട്ടും ടയേർഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങ് മോൻ ഉറങ്ങി, ആദ്യമേ ഉറങ്ങി. മൂത്തവനാണ് അഖിൽ പ്രദീപ്. അവൻ ഉറങ്ങിപ്പോയി. അവനൊരു 5 വയസ്സ് അപ്പോഴുണ്ടാവും, 5 വയസ്സേ കാണുള്ളൂ. അപ്പോൾ ഉറങ്ങി. ഗ്രാജുവലി ഞാനും ഉറങ്ങി. ഇത് എത്ര നേരം ഞാൻ ഉറങ്ങിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പോണ കാറ് ലെഫ്റ്റ് സൈഡിലൂടെ അല്ല പോകുന്നത്, റൈറ്റ് സൈഡിലൂടെയാ പോകുന്നത്. അപ്പുറത്തു നിന്നാണെങ്കിൽ ഒരു ട്രക്ക് പാഞ്ഞു വരുവാണ്. ഇദ്ദേഹം ഉറങ്ങുന്നു. ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം എണീക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ കൈയൊന്നും സ്റ്റിയറിംഗിലില്ല. നിമിഷ നേരം കൊണ്ടാണ് സർവ്വതും സംഭവിച്ചു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, അത് വന്ന് ഇടിക്കൂലെന്നായി. ആ സമയത്ത് ഇത് തനിയെ റൊട്ടേറ്റ് ചെയ്ത്, സ്റ്റിയറിംഗ് തനിയെ റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോയി ഒരു സൗണ്ടോട് കൂടി അതവിടെ പറഞ്ഞു. ഇതൊന്നും ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് അല്ല, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാണ്. അപ്പൊ അത്രയും നാള് അപ്പൊ ഈ സൗണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ കേട്ട സൗണ്ട് എന്താണെന്ന് വെച്ചാല്, നമ്മളിത് നിന്ന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബൈക്ക് അവിടെ ഇങ്ങനെ ചരിഞ്ഞു കിടപ്പുണ്ട്. അപ്പം അദ്ദേഹം എണീറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം സോറി പറയാനാ പോയത്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് സോറി പറയണേ, എൻ്റെ ആ ഒരു ആക്സലറേഷൻ കൊടുക്കുന്നതിൻ്റെ അത് ഇങ്ങനെ ടച്ച് ചെയ്തു. അതായത് ബാക്കിന്റെ ക്വാർട്ടർ മിററിൽ ടച്ച് ചെയ്താണ് ശരിക്കും അദ്ദേഹം വീണത്. അപ്പൊ അദ്ദേഹം പറയണേ, അത് നമ്മളെ മിസ്റ്റേക്കാണ്, നിങ്ങളെ മിസ്റ്റേക്ക്. ദൈവം ശരിക്കും പറഞ്ഞാല് ഇത് ദൈവം ബോധ്യപ്പെടുത്തിയതാണ് എന്നെ. കാരണം ഞാനാണ് അത്രയും നാള് എതിർത്തുകൊണ്ട് നിന്നത്. ദൈവത്തിന് ഇവർ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ പറയും, അങ്ങനെയൊന്നുമല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നു. പക്ഷേ എൻ്റെ കണ്ണാലെ ഞാൻ കണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ വിശ്വാസത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജീവനുള്ള ഒരു ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും അത്രയും നാട് അമ്പലത്തിലും എല്ലായിടത്തും പോയി നിന്ന് ആ ദീപാരാധനയൊക്കെ കണ്ട്, പക്ഷെ എൻ്റെ അടുത്തും ഒരു ദൈവം ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ആഴത്തില് ആ വിശ്വാസം ആയിപ്പോയത് കൊണ്ട് നമുക്ക് ഒരിക്കലും പെട്ടെന്നൊരു ക്രിസ്ത്യാനിയാവുക എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതെന്റെ വിശ്വാസത്തിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായി മാറി. എന്നിട്ട് ഞാൻ ഗ്രാജുവലി ഞാൻ അദ്ദേഹത്തോട് ഞാൻ അപ്പോഴും തന്നെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഞാൻ നോക്കുമ്പോൾ ദൈവത്തോട് നന്ദിയൊക്കെ പറയുവാണ്, തിരിച്ചു വന്നിരുന്നതിന് ശേഷം നന്ദിയൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ജീവനുള്ള ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, വിളിച്ച വിളി കേൾക്കുന്ന ദൈവമാണ് എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പതുക്കെ ഈ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ആരായാൻ തുടങ്ങി. എങ്കിലും ഞാൻ വിശ്വാസത്തിൽ അങ്ങനെ ഉറച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം മാത്രമേ പിന്നെ അബ്രോഡിൽ വർക്ക് ചെയ്തോളൂ. ഞാൻ പിന്നെ നാട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും അദ്ദേഹം വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ എന്തുവാ എൻ്റെ അടുത്ത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് സ്നാനപ്പെടുമ്പോഴത്തേക്ക് വൈഫുമായിട്ട് സ്നാനപ്പെടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതെന്നോട് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ കൂടെ ഒരുമിച്ച് സ്നാനപ്പെടണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം ഒരു പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഉണ്ടായി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ സ്നാനപ്പെടുത്തൊന്നുമില്ല, അതൊന്നും നടക്കുന്ന കേസൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞ് അങ്ങ് പോയി. വീണ്ടും വന്ന സമയത്താണ് സാധാരണഗതിയിൽ എനിക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഇടുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഇടുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അന്ന്, ഇപ്പോഴല്ല, എനിക്ക് ചിരി വരും അതൊക്കെ ആലോചിക്കും. അപ്പം ഇടുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇദ്ദേഹം എനിക്ക് ഓർണമെന്റ്സ് പിന്നെ കൊണ്ടുവരത്തേ ഇല്ല. അപ്പൊ ഞാൻ പറയും, എന്തുകൊണ്ടാ കൊണ്ടുവരാത്ത? അതൊന്നും ശരിയല്ല, അതൊന്നും കൊണ്ടുവരത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു പ്രാവശ്യം ഇദ്ദേഹം വരുന്നതിന് മുന്നമേ ഇദ്ദേഹത്തിന്റെ അടുത്ത് ദൈവം പറഞ്ഞു, ഈ പ്രാവശ്യം നീ ഒരു ജോഡി കമ്മല് മേടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇദ്ദേഹം അത് ആക്ച്വലി ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷമാണ്, എനിക്ക് മാറിപ്പോകുന്നത്. ഓക്കെ, സ്നാനപ്പെടാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു കൂടെ സ്നാനപ്പെടണമെന്ന്. അപ്പൊ അദ്ദേഹം ആ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ സ്നാന ക്ലാസ്സിന് പോകുമ്പോൾ ഞാനും കൂടെ പോകും. ഞാൻ പറയും, എന്തിനാ വരുന്നത്? പറയും, അല്ല, വെറുതെ വരുന്നു. ഇങ്ങനെ കൂടെ പോകും. ഇല്ല, അവരുടെ സ്നാന ക്ലാസ് ഒക്കെ ഞാനും അറ്റൻഡ് ചെയ്ത് അതൊക്കെ കേട്ട് മനസ്സിലാക്കിയൊക്കെ വെച്ച് അതിനുശേഷം സ്നാനത്തിന്റെ അന്ന് രാവിലെ ഇദ്ദേഹം ഇറങ്ങാനത്തെ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ സ്നാനപ്പെടുന്നു. അങ്ങനെ ദൈവകൃപയാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ദൈവം അറിഞ്ഞു. കൂടെ ഞാൻ ഈ ഓർണമെന്റ് അപ്പോഴത്തേക്ക് ഊരിയിട്ട് സ്നാനപ്പെട്ടിട്ട് വീണ്ടും എടുത്തിട്ട് കാരണം എനിക്ക് പേടിയാണ് വീട്ടിലൊക്കെ വരാനും എടുക്കാനും ഒക്കെ. അപ്പോഴ് ഒരു ഇത് പിന്നെ ഞാൻ വിശ്വാസത്തിൽ ഇങ്ങനെ ആയതിനു ശേഷവും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓർണമെന്റ്സ് ഊരിയിട്ടിട്ടില്ലേ. അപ്പൊ സ്നാനപ്പെട്ടതിന് ശേഷം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സ്നാനപ്പെടുന്നതിന് അല്പം മുന്നവേ ഉള്ള ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതെന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. അപ്പൊ എനിക്ക് ഈ ക്രിസ്ത്യൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതൊന്നും എനിക്കറിയത്തില്ല. ദൈവം എന്താണെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോഴ് ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ദൈവം കാണിക്കുവാണ്. ഞാനൊരു വലിയ മൈതാനത്തിന്റെ ഒരു സ്റ്റേജില് ഞാനിങ്ങനെ നിൽക്കുവാണ്. സ്റ്റേജിൽ ഇങ്ങനെ ആ റോസ്ട്രമിന്റെ അടുത്തായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ യൂത്ത്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് ആ ഒരു പ്രായത്തിലുള്ള മക്കളെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്നിട്ട് വിളിച്ചോണ്ട്, ടീച്ചറെ ഒരു രക്ഷയുമില്ല, നമ്മൾ മരിച്ചു പോകും, ഒരു രക്ഷയുമില്ല, ഞങ്ങൾ മരിച്ചു പോകും എന്ന് പറയും. അപ്പൊ ഞാൻ പറയണ, നോ 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 നോ, യു ആർ നോട്ട് ഗോയിങ് ടു ഡൈ, നിങ്ങൾ മരിക്കത്തില്ല. അപ്പൊ ഇല്ല ടീച്ചറെ, മരിച്ചു പോകും, നമുക്ക് ഒരു രക്ഷയുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുവാണ്, there is victory in the blood of Jesus Christ, there is victory in the blood of Jesus Christ, there is victory in the blood of Jesus Christ എന്ന് പറഞ്ഞാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പോ എനിക്ക് ഈ ടേം അറിഞ്ഞൂടാ, വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് ആ ടേം അറിഞ്ഞേ കൂടായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹം സൈഡിൽ കിടക്കണം, ഞാൻ ഇങ്ങനെ തട്ടി. അപ്പൊ ഇദ്ദേഹം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഞാൻ കണ്ടതെല്ലാം വിവരിച്ച് പറഞ്ഞു. ദൈവം നിന്നെ സന്ദർശിച്ചു കഴിഞ്ഞു, ദൈവം നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞു, ദൈവം നിന്നെ കണ്ടു കഴിഞ്ഞു, നിന്റെ അടുത്ത് ദൈവം ഇടപെട്ടതാണ് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ പോയ സ്ഥലത്തൊക്കെ, പോയ ഭവനത്തിലൊക്കെ ക്രിസ്തീയ ഭവനങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഒന്നുകൂടി ദൈവത്തിൽ ഞാൻ ഉറയ്ക്കാനിടയായത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ സ്നാന ക്ലാസ്സിന് കൂടെ പോകുന്നതും സ്നാനപ്പെടുന്നതും ഒക്കെ. അപ്പൊ ആ പ്രോസസ്സ് ഞാൻ അവിടെ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ആഭരണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആഭരണം ഇടുന്ന അത്ര ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആഭരണം ഇട്ടാ എന്തുവാ? ദൈവം ഹൃദയത്തെ അല്ലേ തൂക്കി നോക്കുന്നു, എക്സ്റ്റേണൽ അപ്പിയറൻസിനെ അല്ലല്ലോ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇതൊക്കെയല്ലേ ദൈവം നോക്കുന്നത്, എന്തിനാ ആഭരണം മാറ്റുന്നത്? അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വചനത്തിന്റെ ഡെപ്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. പക്ഷേ എങ്കിലും ഗ്രാജുവലി ഒരു പ്രാവശ്യം അദ്ദേഹം പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോഡി കമ്മല് മേടിച്ചുകൊണ്ട് പോകണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ദൈവം പറഞ്ഞു. അദ്ദേഹം മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇതൊക്കെ ഇട്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കിയ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഈ എക്സ്റ്റേണൽ ആയിട്ട് ഇതൊക്കെ ഇടേണ്ട വല്ല കാര്യമുണ്ട്? ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. എന്തിനാ ഈ എക്സ്റ്റേണൽ? ഇതൊക്കെ വെറും മോഹങ്ങൾ മാത്രമാണ്. ആ സെക്കൻഡിൽ ഊരി എന്റെ ഉണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ഞാനൊരു കിഴി കെട്ടി വെച്ച്. അപ്പൊ ഇദ്ദേഹം അവിടെ റെസ്റ്റ് ചെയ്യണം.
എണീറ്റപ്പോ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആഭരണമൊന്നും ഇല്ലാതിരിക്കുന്നു. ഭയങ്കര സന്തോഷം അദ്ദേഹത്തിന്. കാരണം ആഭരണം ഊരി കാണുമെന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ആരും ഫോഴ്സ്ഫുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് അല്ലാതെ തന്നെ ഞാനിതൊക്കെ ഊരി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. പക്ഷേ എന്റെ ഭവനത്തിലോട്ടൊക്കെ കടന്നു വന്ന് നമ്മളെ ഈ ഹിന്ദു ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ താലിക്ക് ഭയങ്കര വിലയാണ്. താലി ഇല്ലാതെ കല്യാണം കഴിച്ച ഒരു പെണ്ണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാണക്കേട് വേറെ ഇല്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് മമ്മി എന്തുവാ ഇത് താലിയൊന്നും, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു, എന്റെ ദൈവം യേശുവാണ്. എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം ദൈവം തന്നു എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ ആ സാഹചര്യത്തിൽ വളർന്ന് ഇങ്ങനെയൊക്കെ ആയിട്ട് പെട്ടെന്ന് അവര് മമ്മിയൊക്കെ അവരുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു കൊടുത്ത മോള് വന്ന് ഒരു സെക്കൻഡിൽ പറയുവാണ്, ഈ താലിയൊന്നും ഞാൻ ഇടത്തില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത്. അവർക്ക് അതില് മമ്മിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു, ഭയങ്കര ആമർഷം ഉണ്ടായിരുന്നു, വിഷമമാണ് ദേഷ്യമായിട്ട് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ദൈവം ആ നാളിൽ എനിക്ക് ഭയങ്കര ഒരു ബലം പകർന്ന് ഞാൻ അങ്ങോട്ടുള്ള പിന്നെയുള്ള യാത്രയിൽ ഞാൻ പിന്നെ ലോകരെ ഒന്നും നോക്കാതെയായി. എന്നുവെച്ചാൽ ലോകത്തെ ഞാൻ പേടിക്കുന്നില്ല. ഈവൻ എൻ്റെ മദറിൻലോയുടെ കൂടെ നിന്ന് എതിർത്തവളാണ് ഞാൻ. പക്ഷെ മദറിൻലോയ്ക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റാതായി. മോന് ആ വിശ്വാസത്തില്, ഞാനും ആ വിശ്വാസത്തില്. പിന്നെ അവരെന്നെ പിന്നെ ഒന്നും പറഞ്ഞു എടുത്തൊന്നുമില്ല. ഗ്രാജുവലി ഇങ്ങനെയുള്ള ദേഷ്യവും പലരും നമ്മളെ മാറ്റി നിർത്തുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ദൈവത്തിനെ അറിയുവാൻ ദൈവം ഒരു മുഖാന്തരം ഒരുക്കിയതാണ് അദ്ദേഹത്തിന് ആ പാസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ദൈവം എന്നെ ഉറപ്പിക്കാൻ ചെയ്തതാണ് ആ വാഹനത്തിൽ അങ്ങനെ ഒന്ന് വന്നത്. പിന്നെ അതിനുശേഷം എൻ്റെ കൂടെ ദൈവം നിരന്തരമായി ഇടപെടാൻ തുടങ്ങി. വേണമെങ്കിൽ പറയാം, ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഉറച്ചത് ഞാനാണ് വിശ്വാസത്തില്. കാരണം അദ്ദേഹത്തിന് ജോലിക്ക് കടന്നു പോകണം, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലായി ദൈവത്തെ അങ്ങ് സ്നേഹിക്കുകയും മുറുകെ പറ്റുകയും ദൈവത്തിന് വേണ്ടി അങ്ങ് നിൽക്കുവാനൊക്കെയും ദൈവം എന്നെ ബലപ്പെടുത്തി അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ മോന് അടുത്തതെന്ന് പറഞ്ഞാല് എനിക്ക് ആ പ്രോസസ്സ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെയാണ് അപ്പം അത് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ആക്ച്വലി ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ റോഡിൽ വണ്ടി ഇറക്കത്തില്ല. കാരണം ഇവിടത്തേക്ക് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത്ര അവര് പഠിപ്പിച്ചങ്ങ് വിടും. പക്ഷെ നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ മോനൊരു 6th-ലോ 7th-ലോ പഠിക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ വാഹനം വെളിയിലോട്ട് എടുക്കത്തില്ല. അപ്പോൾ ഒരു ദിവസം മോൻ ഇങ്ങനെ സ്കൂളിൽ പോയ സമയത്ത്, മൂത്തവനാണേ, സ്കൂളിൽ പോയ സമയത്ത് എന്നോട് ദൈവം ഇങ്ങനെ ഉള്ളത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്ന് വണ്ടി എടുക്കണം, ഇന്ന് വാഹനം ഓടിച്ചു തുടങ്ങണം. അപ്പൊ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു ധൈര്യം, ഇന്ന് ഞാൻ വാഹനം ഓടിക്കും. ഞാൻ സ്വയമേ പറയണം, ഞാൻ വാഹനം ഓടിക്കുന്നു. അപ്പൊ മോൻ സ്കൂളിൽ നിന്ന് വന്ന് അവനെ ഫ്രഷൊക്കെ ആക്കി ആഹാരമൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ ഇവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ്, മോനെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോയിട്ട് വന്നാൽ. അമ്മേ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, കാർ ഓടിച്ചു പോകും. അമ്മ കാർ ഓടിക്കൂ? ഞാൻ പറഞ്ഞു, ഇവന് പേടിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മോൻ കയറി. അന്ന് വണ്ടി ഓടിക്കുവാൻ ഇവനെ ബലപ്പെടുത്തി. അന്ന് മുതൽ ഇന്ന് വരെ അന്ന് ഞാൻ തുടങ്ങിയ കാറ് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഓടിക്കത്തില്ലായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ഇന്ന് വരെ. ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവർ ഒന്നും അല്ല, പക്ഷേ ദൈവം എക്സ്പേർട്ടാണ്. ദൈവം എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെയാണ് എന്നെ പലതിലും ദൈവം എക്സ്പേർട്ട് ആക്കി. അപ്പോൾ പല എക്സ്പേർട്ട് ഡ്രൈവേഴ്സും ഓടിക്കുമ്പോൾ ആക്സിഡൻസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൺമുന്നാലെ ഞാൻ ആക്സിഡൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ കൃപയാൽ ആ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ ദൈവം നടത്തി ഓരോ വഴികളിൽ. ഇങ്ങനെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കത്തില്ല, ഞാനും മോനും മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ട്രാവൽ ചെയ്തൊക്കെ പോകുന്ന ഞാനും മോനും കൂടെ തന്നെയായിരുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് ചെറുപ്രായത്തിലെ തന്നെ അവനെയും അങ്ങനെ വളർത്തി എടുക്കുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നു.
പിന്നെ ആണ് പിന്നെ ഞാൻ എൽസാൻഡിയൊക്കെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറൊരു സംഗതി വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു 2012 നമ്മുടെ ചർച്ചിൽ കൂടെ നമ്മളോടൊക്കെ ആരാധിക്കുന്ന ഒരു കുടുംബം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനും ഹസ്ബൻഡും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കടന്നുപോയി അദ്ദേഹം വേറൊരു സെക്ഷനിൽ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സെക്ഷനിൽ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ദൈവം ഈ കുടുംബത്തിനെ ഓർമ്മിപ്പിച്ചു. ആ പർട്ടിക്കുലർ, ഞാൻ പേര് പറയുന്നില്ല, അപ്പോൾ ആ പർട്ടിക്കുലർ കുടുംബത്തിനെ എന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഓർമ്മിപ്പിച്ച് നിങ്ങൾ എടുക്കുന്നത് പോലെ ഒരു പങ്ക് അവർക്കും എടുക്കണമെന്ന്. അങ്ങനെ എനിക്കിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വരാൻ റെഡി ആവുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞോളൂ, പറഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലല്ല, നീ എന്തോ പറയാൻ വന്നല്ലോ, പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നേരെ ഒരു കുടുംബത്തെ കാണിച്ചിട്ട് അത് നമ്മൾ എടുക്കുന്നത് പോലെ എടുക്കണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പൊ ഞാനും അത് പറയാൻ വരുമായിരുന്നു. അപ്പോ അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവമാണ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന അറ്റ് ദ സെയിം ടൈം ആ ദൈവം അദ്ദേഹത്തോടും ഇടപെട്ടു. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ചിന്തയിലേക്ക് വന്നു. അതായത് അവിടെ ക്ലാഷ് ഇല്ല പിന്നെ. അപ്പം രണ്ടുപേരും ഒരുമിച്ച് ആ ചിന്തയിലേക്ക് വരും. നമ്മൾ അങ്ങനെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടും നമുക്ക് എടുത്തതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എടുക്കുവാനിടയായി. അപ്പോൾ അന്ന് നമ്മൾ രാത്രിയായി. അപ്പോൾ ഒരുപാട് രാത്രിയായി, ചെന്ന് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഊണ് പോലും കഴിക്കാതെ നമ്മൾ ആ ഭവനത്തിലേക്ക് കടന്ന് ചെന്ന് നമ്മൾ ആദ്യം ഈ സാധനങ്ങളൊന്നും ഇറക്കിയില്ല. കാരണം നമുക്കതൊരു കൺഫർമേഷനായിട്ടും കൂടെ കിട്ടണ്ടേ ഇല്ലേ. നമുക്ക് ഓക്കെ, നമ്മളെ അടുത്ത് ദൈവം ഇടപെട്ട് നമുക്കറിയാം, എങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടണം. അപ്പൊ നമ്മൾ ആ ഭവനത്തിനകത്ത് കയറി ഞാൻ അസിസ്റ്റന്റ് കിച്ചണിലൊക്കെ ഒന്ന് ചെന്നപ്പോൾ അവസ്ഥ കറക്റ്റ്, തേയില പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ അങ്ങനെ പട്ടിണി ആയിരുന്ന ആ കുടുംബത്തിനെ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ദൈവം നമ്മെ ഒരുക്കിയതാണ്. അങ്ങനെ ഞാൻ പതുക്കെ ഒന്നും അറിയാത്ത പോലെ ഹസ്ബൻഡിനെ അടുത്തിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ രഹസ്യമായിട്ട്. എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ സാധനങ്ങൾ ഞാൻ തന്നെ കൊണ്ടുപോയി കിച്ചണിലൊക്കെ വെച്ച്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാല് അവര് കരയുന്നുണ്ടായിരുന്നു നമ്മളിത് കൊണ്ടു ചെന്ന്. അപ്പം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ഇപ്പം അത് വലിപ്പ ചെറുപ്പം ഇല്ലാതെ, നമ്മുടെ ദൈവം മുഖപക്ഷം ഇല്ലാത്ത ദൈവം, ആ ഭക്തന്റെ ആഗ്രഹം അറിഞ്ഞ് ദൈവം പ്രൊവൈഡ് ചെയ്തു. അപ്പം നമ്മൾ അതിന് ഉപയോഗിച്ചു ദൈവം. അപ്പൊ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ബ്രദർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളെ കൊണ്ടുവന്ന് പോഷിപ്പിച്ച സഹോദരങ്ങള് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് വരുമ്പോ ആ സംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. ഈ ലോകത്തിൽ ഒന്നും ചെയ്താൽ അങ്ങനെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടത്തില്ല. നമ്മളൊരാളിന്റെ ആവശ്യത്തില്, ആ ഒരു നീഡില് ദൈവം സംസാരിച്ച് കഴിഞ്ഞ് ആ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും അത് ഒന്നിനൊന്നും, അതായത് അദ്ദേഹം ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ യെസ് പറയുള്ളൂ, ഓക്കെ നമുക്കത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ കൊറോണ സമയത്താണ് ഞാൻ എൽസാൻഡിയെ പരിചയപ്പെടുന്നത്. എൽസാൻഡിയെ പരിചയപ്പെടുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. എന്നെ ഒരു ഗ്രൂപ്പുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അപ്പൊ അന്ന് എങ്ങും പ്രാർത്ഥിക്കാൻ പോവാനും ചർച്ചിലൊക്കെ തന്നെ നമുക്ക് പോകാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണല്ലോ. അന്നാണല്ലോ ഞാൻ പാസ്റ്ററിനെയും സിസ്റ്ററിനെയും ഒക്കെ ഇതിലൂടെ കാണുന്നതും പിന്നെ നിങ്ങളുടെ ആ ഒരു ക്ലാസ്സസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ അപ്പോഴാണ്. അപ്പോ ആ സമയത്ത് ആണ് എൽസാൻഡിയുടെ ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ ആ കൊറോണ സമയത്ത്, അതായത് ആന്റിയുടെ ആ പ്രയർ സെല്ലില് അത് ദൈവം എനിക്ക് ഒരുക്കിയ ഒരു മുഖാന്തരമായിരുന്നു. കാരണം എല്ലാവിധ ശുശ്രൂഷകളും, അതായത് ഇപ്പൊ പാട്ട്, വചന ശുശ്രൂഷ, ഇതിനുള്ള അവസരങ്ങൾ നമുക്കതിനകത്തുണ്ടായി. അത് 14 ജില്ലകളിലും നിന്നുള്ള എല്ലാവരും അതിനകത്ത് വരും. 14 ജില്ലകളിലുള്ള എല്ലാ ജില്ലയ്ക്കും ഓരോ ലീഡേഴ്സ് കാണും. അതുപോലെ ഈ 14 ജില്ലകളിലുള്ള മെമ്പേഴ്സാണ് ഇതിൽ അംഗങ്ങളായിട്ട്
വരുന്നത്. അപ്പം ഓരോ മോർണിംഗ് പ്രെയർ, അതായത് അതിരാവിലെ 4 മുതൽ 5 മണി വരെ ഒരു മോർണിംഗ് പ്രെയർ. അപ്പൊ അത് വലിയ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ അതൊക്കെ ഒരു അനുഗ്രഹമായി എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അതിലൂടെ എനിക്ക് ഒരുങ്ങി കിട്ടി. അപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ പഠിക്കുവാനും അതിലൂടെ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനും ഒക്കെ എനിക്ക്, അതുപോലെ തന്നെ കൊറോണ സമയത്താണ് ദൈവം എന്നോട് കൂടുതലായി സംസാരിച്ച സമയമാണ് കൊറോണ സമയം. ഒരു കരിയില പോലും എൻ്റെ മുറ്റത്ത് നിന്ന് ഞാൻ എടുത്ത് ഞാൻ ഒരു ദിവസം എടുത്ത് ഇങ്ങനെ ഇടുവാൻ തുടങ്ങിയില്ല. അതിന് മുന്നവേ എൻ്റെ ഉള്ളത്തില് പറയുവാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് എൻ്റെ ഉള്ളില്, ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. ചെറുതിൽ വിശ്വസ്തത കാണിച്ചാൽ വലുതിൽ വിചാരങ്ങൾ. അപ്പൊ ആ വചനം എന്നോട് ഇടും. അപ്പൊ ഞാൻ ഇട്ടില്ല. ഞാൻ ആ കരിയില്ല നമ്മളെ ഇതിൽ തന്നെ തോട്ടത്തിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ചെയ്യാണ് ഇത് അന്ന്. അപ്പൊ അതുപോലെ തന്നെ വചനത്തിൽ കൂടി ദൈവം എന്നോട് പ്രാവശ്യം അനേക വചനങ്ങൾ തന്ന് ദൈവം എന്നോട് സംസാരിക്കും. പിന്നെ ചിലപ്പോൾ പാട്ടിലൂടെ ആയിരിക്കും. ഒരു പാട്ട് ഞാൻ എഴുന്നേക്കുന്നത് ഒരു പാട്ട്, ഇത് ചിലപ്പോൾ അന്ത്യകാല അഭിഷേകം അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള പാട്ടുകൾ തന്നുകൊണ്ട് ഒരു മെസ്സേജ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം എന്നെ ആത്മീയമായി വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. എന്നെ സത്യം പറഞ്ഞാൽ ആരും എന്നെ പ്രാർത്ഥിക്കാനൊന്നും പഠിപ്പിച്ചില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും, ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. എല്ലാവരും വലിയ നല്ല സ്ഫുടതയോടുകൂടി നല്ലൊരു ഫ്ലോയോടുകൂടിയൊക്കെ ഒരു വലിയ വാചകമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞൂടെ. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായെന്ന് വെച്ചാൽ എനിക്ക് എന്നെ ദൈവം പഠിപ്പിച്ചെന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇപ്പോൾ ഉള്ളവരടുത്താണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എനിക്കറിയാവുന്നതല്ല, ഞാൻ മറ്റുള്ളവർക്ക് ദാനമായി ദൈവം തന്നത് ദാനമായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്നെ ഈ ഒരു ജെറുസലേം പ്രയർ സെൽ എന്നെ വളരുവാൻ സഹായിച്ചു. അതിന് ഞാൻ ആന്റിയോടും കുടുംബത്തോടും എൻ്റെ നന്ദിയും സ്നേഹവും എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് ആന്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യയോഗങ്ങളൊക്കെ നടത്തുവാൻ 14 ജില്ലകളിൽ ഇങ്ങനെ ഓരോ എല്ലാവരും കൂടി പരസ്യയോഗങ്ങൾ നടത്തും. പിന്നെ മിഷൻ ട്രിപ്പ് നടത്തും. പക്ഷെ മിഷൻ ട്രിപ്പിനൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല. പരസ്യയോഗങ്ങൾക്കും എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോ കൃപയാൽ ആന്റി സൗത്ത് സോണിന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 സൗത്ത് കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ജെറുസലേം പ്രയർ സെല്ലിലായിരിക്കുന്നു. പിന്നെ ആ സമയത്താണ് നമ്മൾ ഒരു പാസ്റ്ററിന്റെ ഭവനത്തിൽ ആ ഇടയ്ക്കാണ് നമ്മൾ കടന്നു പോയപ്പോൾ അതൊരു സാക്ഷ്യമാണ്. അതാണ് ഈ പറയാൻ വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ അവരുടെ വീട്ടിന്റെ സൈഡിൽ ഒരു ലേക്കുണ്ട്, അടുത്താണ് ലേക്കുണ്ട്. അപ്പം വൈകുന്നേരത്താണ് നമ്മൾ കടന്നു പോയത്. അപ്പോൾ അവിടുത്തെ ദൈവദാസി എന്നെ അകത്തോട്ട് വിളിച്ച് ഞാനങ്ങ് അകത്തോട്ട് പോയി. പക്ഷെ ഇളയ പൈതലേ ഉള്ളായിരുന്നു, മൂത്തവൻ ഇല്ലായിരുന്നു, ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോർജിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇളയ പൈതൽ മോൻ്റെ കൂടെ ഹസ്ബൻഡ് ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം പാസ്റ്റർ മുമ്പേ അങ്ങോട്ട് നടന്ന് അങ്ങ് ലേക്കിന്റെ അങ്ങോട്ട് പോയി. ഇദ്ദേഹം മോനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പൊ ഇവൻ ഈ ചാമ്പല് നമ്മൾ തീയൊക്കെ കൂട്ടിയിട്ട് ചാമ്പൽ കിടക്കുമല്ലേ, അപ്പൊ ചാമ്പൽ കണ്ട ഉടനെ ഇവ ഇങ്ങനെ അങ്ങ് ചാടി. അപ്പൊ ചാടിയപ്പം ഇതങ്ങ് തെറിച്ച് അവന്റെ പാൻറ്റിലും കാലില് നിക്കറായിരുന്നിട്ടിരുന്നു. ഓക്കെ, കാലിലൊക്കെ പറ്റി. അങ്ങനെ ചേട്ടൻ എന്തുവാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇനി മാറ്റിയെടുത്തിട്ട് തട്ടി കഴിഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോയി പാസ്റ്റർ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടന്നു പോയിട്ട് തിരികെ വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് കാണുന്നതെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞ് ചാടിയ സ്ഥലത്ത് കണല് കിടക്കുകയാണ്, തീക്കണൽ. കാരണം അവര് വെള്ളം എന്തോ ചൂടാക്കി ആ കണൽ അവിടെ ഉണ്ട്. ഈ കണലിലാണ് എൻ്റെ കുഞ്ഞ് ചാടിയത്. അപ്പൊ ആര് താങ്ങി? എൻ്റെ ദൈവം താങ്ങി. നമ്മള് വചനത്തിൽ പറയത്തില്ലേ, നമ്മളെ ഉള്ളം കയ്യിൽ ദൈവം നമ്മളെ വഹിക്കും. അങ്ങനെ വഹിച്ച ആ ദൈവത്തിന്റെ കൈ പൊള്ളി കാണുമല്ലേ, അങ്ങനെ പൊള്ളി എൻ്റെ ദൈവത്തിന്റെ കൈ പൊള്ളി കാണും. അപ്പോൾ ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഈ പാപങ്ങൾ അടിയൊക്കെ ഏറ്റെങ്കിലും ഇപ്പോഴും നമുക്ക് വേണ്ടി ആ ദൈവം കരുതുന്ന ദൈവമാണ്.
എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാലൊക്കെ കരിഞ്ഞു പോയിനെ, പൊള്ളിപ്പോയിനെ. ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാതെ എൻ്റെ സർവശക്തനായ ദൈവം ദൈവത്തിന്റെ കരങ്ങളിൽ വഹിച്ചു. അപ്പൊ തിരിച്ചു വരാതിരുത്ത കണൽ കണ്ടപ്പോ അങ്ങനെ അദ്ദേഹം തിരിഞ്ഞ് പാസ്റ്ററിനെ ഇങ്ങനെ നോക്കിയപ്പോൾ പാസ്റ്റർ സ്തോത്രം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, എനിക്ക് ഒന്നും പറയാനില്ല, ദൈവം ദൈവം നടത്തി, അത്രയേ ഉള്ളൂ. അദ്ദേഹം നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാതിരുന്നതാണ്. അങ്ങോട്ട് കുഞ്ഞ് ചാടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞ് പേടിപ്പിക്കാതെ. അപ്പൊ അതൊരു വലിയ സാക്ഷ്യമാണ് നമുക്ക്. കാരണം നോർമലായിട്ട് നമ്മളൊരു തീയിൽ ചാടിയാല് നമ്മളെ കാല് വേവില്ലേ, അതും ഒരു കുഞ്ഞു പൈതലുമാണ്. അപ്പം അതൊന്നും സംഭവിക്കാതെ സർവശക്തനായ ദൈവം ആ കരങ്ങളിൽ ദൈവം വഹിച്ചു. അതുപോലെ തന്നെ അരുൺ മോന്റെ ജനനം എന്ന് പറഞ്ഞാല് 2015 അതായത് എൻ്റെ മോൻ ജനിച്ച് അവൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ മോന് കൺസീവ് ആവുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ്, അതായത് ചികിത്സയൊന്നും ഇല്ലാതെ കിട്ടിയ കുഞ്ഞാണ്. നമ്മൾ ചികിത്സിച്ചതൊന്നുമില്ല. ഇടയ്ക്ക് 1-2 എന്ന് വെച്ചാൽ വർഷങ്ങൾ പിന്നിട്ട് 1-2 അബോർഷനൊക്കെ ആയിപ്പോയി. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. പക്ഷെ ഒരു ദേവദാസിന്റെ ദൂതുണ്ടായിരുന്നു, ഒരു കുഞ്ഞും കൂടി നിങ്ങൾക്ക് വരും, ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചോ എന്നൊക്കെ ഒരു ദൂതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ദൂത് കേട്ട് നമ്മൾ ഇങ്ങനെ വിട്ടു പോയി. പക്ഷെ 2015 ഞാൻ വീണ്ടും കൺസീവ് ആവുവാനും പക്ഷെ ഒരു ചികിത്സയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പൊ കാണിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നത്, എനിക്കന്ന് 42 വയസ്സാണ്. 42ാമത്തെ വയസ്സിലാണ് ഞാൻ അവനെ പ്രഗ്നന്റ് ആവുന്നത്. അപ്പം ആ ഡോക്ടർ അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്കതിന് താല്പര്യമില്ല. അപ്പൊ നമ്മൾ നോ എന്നുള്ള രീതിയിൽ. അപ്പം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആ ഡോക്ടറിന്റെ മുഖം അത്ര പ്രസന്ന ആവുന്നില്ല. കാരണം അവര് പറഞ്ഞത് നമ്മൾ കേട്ടില്ല. നമ്മൾ എന്താണ് അത് ചെയ്യാത്തത്? കാരണം ദൈവം പറഞ്ഞതാണ്. അപ്പോൾ ദൈവം പറഞ്ഞാൽ ദൈവം തരും എന്നുള്ള ഉറപ്പിന് മേൽ നമ്മൾ അത് ചെയ്തില്ല. അങ്ങനെ ഒരു 5 മാസം ആകുന്നത് വരെയും ഈ ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് അഥവാ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയാൽ വല്ല ഡൗൺ സിൻഡ്രോമോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പാരാലിസിസോ അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ ഡെലിവറി ചെയ്യാത്തതാണ് നല്ലത്. പക്ഷെ നമ്മൾ കൂട്ടാക്കിയില്ല. അങ്ങനെ അവസാനം എൻ്റെ ആംനിയോട്ടിക് ഫ്ലൂയിഡ്, കുഞ്ഞ് കിടക്കുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് തായ്ലൻഡിൽ പരിശോധനയ്ക്ക് വിട്ടു. അത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അവരൊന്ന് ചിരിച്ചു കണ്ടത്. അപ്പോ അതുവരെ ആര് വളർത്തി? സർവശക്തനായ ദൈവം വളർത്തി. ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ വളർത്തും. വളർത്തുമാറാക്കിയത് ദൈവം, അല്ലാതെ സയൻസ്, ഡോക്ടേഴ്സ്. ഇനി ഡോക്ടേഴ്സ് തന്നെ അവസാനം പറയുന്നത് എന്തുവാണ്? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയും. അപ്പോ സയൻസിനൊന്നും ചെയ്യാത്ത സ്ഥലത്ത് എൻ്റെ ദൈവം എനിക്കായി ആ കുഞ്ഞിനെ തന്നു. സുഖപ്രസവമായിരുന്നു. അതിനെ ഡെലിവർ ചെയ്യുവാൻ ദൈവം കൃപയാൽ സഹായിച്ചു. ഇവർ ഡൗൺ സിൻഡ്രോം അത് ഇത് എന്നൊക്കെ പറയുന്ന ഈ കുഞ്ഞുണ്ടല്ലേ, നല്ല ബ്രില്യൻ കുട്ടിയാണ്. കൃപയാൽ ദൈവം ദാനമായി തന്നപ്പോ എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞിനെ ദൈവം തന്നു. അപ്പൊ അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ മോന്റെ കുഞ്ഞു നാളില് അദ്ദേഹം ഇവിടെ കാണത്തില്ല, പുറത്തായിരിക്കും. അപ്പം ഇവന്റെ രാത്രി കിടക്കാൻ ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഞാനങ്ങ് ഉറങ്ങിപ്പോവും. പക്ഷെ മോൻ കാണും ദൈവത്തിന്. മോൻ എങ്ങനെയാന്ന് പറഞ്ഞാല്, അമ്മയുടെ അപ്പുറത്തുണ്ടായിരുന്നമ്മ എന്ന് പറയും. ചാരി യേശുപ്പം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഞങ്ങൾ തന്നെ മോനെ എവിടെ കിടന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോ പറയും. അതുപോലെ തന്നെ അവൻ കുഞ്ഞുനാളിൽ ഈ നടക്കുന്ന സ്റ്റേജിൽ അവന് ഇവിടെ ഒരു ചെറിയ കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാറിൽ ഇവ ഇങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഇവൻ സ്വപ്നം കാണുന്നതാണ്, യേശുപ്പൻ ഷ്രിങ്കായി ചെറുതായി വന്ന് ഈ കാറിൽ അവൻ്റെ അടുത്ത് ഇരുന്ന് അവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ ഓടിച്ച് ഇതൊക്കെ വന്ന് എൻ്റെ അടുത്ത് അങ്ങനെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം കുഞ്ഞിന്റെ കൂടെ ദൈവ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് സന്തോഷം. അതുപോലെ തന്നെ അന്ന് വേറൊരു ദിവസം അവൻ കാണുന്നതെന്ന് പറഞ്ഞാല്, യേശുപ്പ അവനെ എടുത്തുകൊണ്ട് പോയി. ഇവിടെ ഒരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു. അപ്പൊ ബാത്ത് ടബിൽ ഇരുത്തിയാണ് ഞാൻ ഇവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബാത്ത് ടബിൽ കൊണ്ടിരുത്തി അവനെ കുളിപ്പിച്ച് യേശുപ്പം കൊണ്ടുവന്നിട്ടിട്ട് വൈറ്റ് ഡ്രസ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഒരു കുഞ്ഞാണ് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യവും പ്രസൻസ് ആരും ഇല്ലാത്തടത്ത് ദൈവം കൂടെ ഇരിക്കും.
നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് എല്ലാവരും ഉണ്ട്. അങ്ങനെയല്ല. നമ്മൾ ദൈവത്തെ കഴിഞ്ഞ് മാത്രമേ ബാക്കി ആരെയും സ്നേഹിക്കൂ. അത് ഞാൻ പഠിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്നെ പല ആക്സിഡൻസും വരാമായിരുന്നു, പല പല അപകടങ്ങളും വരാമായിരുന്നു. പക്ഷെ അവിടെ എല്ലാം എന്നെ പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ പ്രസൻസ്, അത് ഞാൻ അനുഭവിച്ചത് കൊണ്ട് പറയാണ്. ഈ കുഞ്ഞിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ദൈവം കണ്ടെത്തുന്നു. കുഞ്ഞിന് ഇങ്ങനെ ദൈവത്തിനെ കാണാനും റീസെന്റ് ആയിട്ട്, അതായത് 2024 ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ്, ഞാൻ ഇൻ ക്രൈസ്റ്റ് ചർച്ചിലാണ് ഞാൻ ആരാധിക്കുന്നത്. നമ്മുടെ ചർച്ച് പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ ബിനോയ് കൊല്ലമാണ്. അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ്. ഈ 2024 ഒരു റിവൈവൽ നമ്മുടെ ചർച്ചിൽ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പുതിയ അനുഭവമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, റിവൈവൽ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 2024 ആ റിവൈവൽ കാണുവാൻ ദൈവം കൃപയാൽ സഹായിച്ചു. ഒരു 2 ആഴ്ചയോളം അത് നീണ്ടു നിന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ എനിക്കും പേഴ്സണലായിട്ട് തന്നെ, കുഞ്ഞിനും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ. നമ്മൾ ഈ ദൈവത്തിന്റെ പ്രസൻസ് വരുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ഇതായിട്ടൊക്കെ അങ്ങ് ഇങ്ങനെ അങ്ങ് വീണ്, പിന്നെ ദൈവത്തിന്റെ കാഴ്ചകളൊക്കെ കാണുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ പറഞ്ഞ മനസ്സിലായേ. അപ്പോൾ അതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ആ കുഞ്ഞ് സഭയിൽ വെളിപ്പെട്ടത് 2024 അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് നമ്മുടെ ദേവദാസൻ. അപ്പൊ അങ്ങനെ ഒരു പലർക്കും പക്ഷെ ഒരു പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടുകൂടി അത് പറയാൻ പറ്റും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ചർച്ചിൽ ഇറങ്ങിയെന്നു. അത് കഴിഞ്ഞതിന് ഈ 2024 റിവൈവൽ ഉണ്ടായി. 2025 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഇളയ മോന് ഒരു ദിവസം ചർച്ചിൽ പോയിട്ട്, ഒരു സൺഡേ ആരാധനയ്ക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ ഇവൻ ഈ ബട്ടക്സിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അവന് ചെറിയൊരു വേദന ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഇരുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും മോനെ, അതങ്ങ് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിന് ഗ്രാജുവലി വേദന കൂടി ഈ ഇളി തൊട്ട് പാദം വരെ വേദന, ഭയങ്കര വേദന. കുഞ്ഞിന് കാല് തറയെ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്നുവെച്ചാൽ ആരെങ്കിലും എടുക്കാൻ പറ്റില്ല, അങ്ങനെ വേദന ഈ കുഞ്ഞിന്. അപ്പൊ ഈ വേദന കാരണം എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ വിചാരിച്ച് ഇന്ന് പോകും നാളെ പോകും, പക്ഷെ വേദന പോകുന്നില്ല, കുഞ്ഞ് സഫർ ചെയ്യും. അങ്ങനെ ഈ വേദന ഉള്ളപ്പോൾ തന്നെ ഒരു ദിവസം കുഞ്ഞിന് പെട്ടെന്ന് ഒരു സഫോക്കേഷൻ വന്നു. ചുമച്ചിട്ട് ഭയങ്കര ശ്വാസം കിട്ടാതെ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവര് അവിടെ 24 hours ഈ ICU വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ കിംസിൽ തന്നെയാണ് കൊണ്ടുപോയത്. കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ മോനെ അപ്പോഴും ഈ ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, വേദന ഉണ്ട്. അപ്പൊ കുഞ്ഞിനെ എടുത്ത് വെക്കണം, അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു കുഞ്ഞ്. അപ്പോ ശ്വാസം കിട്ടാതായ ആ പ്രോബ്ലം അങ്ങ് ഗ്രാജുവലി അത് സോൾവ് ആയി. അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിലൊക്കെ അത് സോൾവ് ആയി. എന്നിട്ട് കുഞ്ഞിനെ അവിടെ ഒബ്സർവേഷനിലൊക്കെ ആയിരുന്നു. പക്ഷേ കുഞ്ഞിന്റെ വേദനയ്ക്ക് ഒരു കുറവില്ല. ഇളി തൊട്ട് താഴെ വരെ അങ്ങ് വേദന തന്നെ. ഡോക്ടേഴ്സ് മാറി സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, ഏതാണ്ട് ഒരു 9 സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അവിടെ മാറിയും തിരിഞ്ഞു പോകുന്നു. അവരുടെ ഒന്നും ഫൈൻഡിങ്സിലോ ഒന്നുമില്ല, അവർക്കൊന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല. അപ്പോ അവര് അവസാനം ഒരാഴ്ച നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവര് നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭവനത്തിൽ വന്ന് ഒരു 3-4 ദിവസം ആയി കാണും. ആ നാലാമത്തെ ദിവസം കുഞ്ഞിനെ ഇതുപോലെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയാണ് കുളിപ്പിക്കുന്നത്. ബാത്റൂമിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഈ കുഞ്ഞ് ഹസ്ബൻഡിനോട് പറയുകയാണ്, അച്ഛാ ഇന്ന് എന്നെ ദൈവം ഹീൽ ചെയ്യും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്തോ പറഞ്ഞ്, അല്ല ഇന്ന് എന്നെ ദൈവം ഹീൽ ചെയ്യും. അച്ഛൻ എന്ന് കുളിപ്പിക്കുന്ന പോലെ എന്നെ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയി ആ കട്ടിലിൽ ഒന്ന് കിടത്തണം. കിടത്തിയിട്ട് ഒരു വെള്ളം അമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് വെക്കണം അവിടെ. പിന്നെ
അച്ഛൻ എൻ്റെ 2 കൈയിലും പിടിച്ചേക്കണം, അമ്മ എൻ്റെ തലയിൽ കൈവയ്ക്കണം, ബ്രദർ കാലിന്റെ സൈഡിൽ ഇരിക്കണം. ഇത്രയാണ് കുഞ്ഞ് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മള് ഒരു അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം കുഞ്ഞ് പറയുന്നപ്പോ. അങ്ങനെ എന്നിട്ട് അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കുഞ്ഞിന് എങ്ങനെ അറിയാം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെങ്ങനെ കുഞ്ഞിനറിയാം? അപ്പൊ ദൈവം കുഞ്ഞിലൂടെ ഇടപെടുന്നതാണ് ആ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവൻ പറയുവാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോകും. ഞാനങ്ങ് ഉറങ്ങുവാണെങ്കിൽ എന്നെ വിളിക്കരുത്, ഞാൻ തനിയെ എണീക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞ് നമ്മളോട് പറഞ്ഞു. എന്തായാലും നമുക്ക് നമ്മളെ ദൈവത്തിന്റെ വിശ്വാസമാണ്. എന്തായാലും നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ മോനെ, അത് അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. കുളിപ്പിച്ച് അദ്ദേഹം എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു. കട്ടിലിൽ ഇങ്ങനെ പില്ലോയിലൊക്കെ വെച്ച് കിടത്തി. ഞാൻ വെള്ളം പ്രാർത്ഥിച്ചൊക്കെ സൈഡിൽ വെച്ച് അദ്ദേഹം മോന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ഞാനിങ്ങനെ തലയിൽ കൈ വെച്ചു. ഇളയപ്പ മൂത്തവൻ അവന്റെ കാലിന്റെ സൈഡിൽ കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മോൻ മയങ്ങി ഇങ്ങനെ അങ്ങ് പോയി. ഇങ്ങനെ അങ്ങ് മയങ്ങി അവനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിച്ചില്ല. അവൻ തനിയെ തന്നെ അല്പം ഒരു എത്രയാണെന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ അവൻ നോക്കി. അപ്പൊ ഞാൻ ഈ വെള്ളം അങ്ങ് കൊടുത്തു. അപ്പൊ വെള്ളം കൊടുത്തവൻ ആ വെള്ളം കുടിച്ചു. എന്നിട്ട് മോൻ ചോദിച്ചു, എന്റെ കാലിലൊക്കെ ഇട്ട് പിടിച്ചതാരെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, മോനെ, നമ്മളാരും അല്ല മക്കളെ, ദൈവമാണ് മോന്റെ കാലിൽ പിടിച്ചത്. മോന്റെ കാലിൽ ദൈവം പിടിച്ചു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. കാരണം ഇവൻ എണീക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കായി. കാരണം അവന്റെ കാലിൽ നമ്മൾ ആരും ടച്ച് ചെയ്തില്ല, പക്ഷെ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഇറങ്ങി. നമ്മുടെ ആ ഒരു റൂമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര അതിശയമായിരുന്നു നമുക്ക്. അപ്പൊ ദൈവം ഇറങ്ങി ആ കുഞ്ഞിന്റെ കാലിൽ ടച്ച് ചെയ്യുന്നതായപ്പോ എനിക്ക് ഉള്ളത്തിൽ എന്നോട് പറയുന്നു, ഹി ഈസ് ഹീൽഡ്. എന്റെ ഉള്ളത്തിൽ എനിക്ക് മനസ്സിലായി ഹി ഈസ് ഹീൽഡ്. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞു, മോനെ ആ കാലൊന്ന് പൊക്കിയെന്ന് ചോദിച്ചു. പാദം ഒന്ന്. അപ്പൊ അവൻ പാദം ഇങ്ങനെ പൊക്കി. ഞാൻ പറഞ്ഞു, അതൊന്ന് മടക്കിയെന്ന് ചോദിച്ചു. അങ്ങനെ മടക്കി. 2 കാലും മടക്കി. എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എണീറ്റിരുന്നു. എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. എണീറ്റ് നിന്ന്. ചാടാൻ പറഞ്ഞു. ചാടി. ഓടാൻ പറഞ്ഞു. ഓടി. തുള്ളിച്ചാടി. ഇതായിരുന്നു ദൈവം നമുക്ക് തരാനിരുന്ന വിടുതലാണ്. ഇത് എൻ്റെ മാതാവ് ഒന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ മമ്മിക്കൊക്കെ ഇത് ഭയങ്കര അതിശയമായിരുന്നു. മമ്മിയുടെ അടുത്തൊക്കെ ഇതൊക്കെ പറയാനൊക്കെ ഇടയായി ഈ ഒരു പ്രവൃത്തി മൂലം. അതായത് ഹോസ്പിറ്റലിൽ കൈവിട്ട്, അവിടെ എല്ലാരും കൈവിട്ടപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ മോനെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് ഇപ്പൊ ഇത്ര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹാകൃപ ഒന്ന് മാത്രമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മളെ റൂമിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ച ഒരു പ്രവൃത്തിയാണ്. ഈ 2025-26 ന്യൂ ഇയർ നമ്മൾ അറ്റൻഡ് ചെയ്യുമെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ന്യൂ ഇയറിന് ജസ്റ്റ് മുമ്പേ ദൈവം അവനെ വിടുവിച്ച് കഴിഞ്ഞു. അപ്പോൾ ആ പ്രെയറൊക്കെ അറ്റൻഡ് ചെയ്യാനും സന്തോഷത്തോടെ കടന്നു പോകാനൊക്കെയും ദൈവം നമ്മെ സഹായിച്ചു. ഇത്രയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു എത്ര അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളാണ് സിസ്റ്ററെ. സിസ്റ്റർക്ക് അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം അറിയാം. കാരണം നല്ലൊരു കാലം വരെ, വിവാഹമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്ന സമയം വരെയൊക്കെ ഒരു പ്രത്യേക വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു. അതിൽ വളരെ ഉറച്ചല്ലേ അതിൻ്റെ എല്ലാ ടെനൻസിനെയും ഫോളോ ചെയ്തൊക്കെ ജീവിച്ചു. എന്നാൽ ഇപ്പം അനുഭവിക്കുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. ദൈവത്തെ അനുഭവിക്കുക, ദൈവം സംസാരിക്കുക, അല്ലേ? ഇപ്പൊ ആ ഒരു സന്തോഷം വേറൊന്നിലും ഇല്ലല്ലോ പാസ്റ്ററെ. ദൈവത്തിലുള്ള സന്തോഷം മറ്റൊന്നിലും ഇല്ല. ശരിക്കും എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് സിസ്റ്ററെ ഈ ഒരു സൗഭാഗ്യം മിസ് ചെയ്യുന്നത് അവർക്ക് അറിയില്ല. അവർ ചിന്തിക്കുമ്പോൾ ഇത് ഒരു നമ്മൾ എന്തുവായി ചെയ്യുന്നത്, എന്ത് വട്ടായി ഇവർ കാണിക്കുന്നത്, എന്തിനാണ് അതെ, കൈയടിച്ച് പ്രാർത്ഥിക്കുന്നവര് അങ്ങനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ദൈവം അവരുടെയൊക്കെ നടുവിൽ ഇനിയും നടത്തും. പാസ്റ്ററിനെയും കുടുംബത്തെയും നടത്തും, എനിക്ക് ഉറപ്പാണ്. കാരണം ഇനിയും അനേക പേര് ദൈവത്തെ അറിയാനുണ്ട്. അവരറിയും. ഇപ്പൊ നമ്മളെ പുച്ഛിച്ച് തള്ളുന്നവരും നിന്ദിക്കുന്നവരും എല്ലാം തിരികെ വരും പാസ്റ്റർ. നമ്മൾ വിശ്വസ്തരായി ജീവിക്കുക എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മൾ ദൈവത്തോടു കൂടി നമ്മൾ ഇപ്പൊ എങ്ങനെ എന്തും കാണിച്ചിട്ട് നമ്മൾ ദൈവത്തോട് നിൽക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിൾ ആയ കാര്യമല്ല. ദൈവം ചില മാനദണ്ഡങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നത് അനുസരിച്ച് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഏത് പ്രതിസന്ധികളുടെ മേലും ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അതെ, ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാണ്? എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ? എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ഞാൻ 2015 ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തിയായിരുന്നത്. മോനെ ഡെലിവറി ചെയ്തതിനു ശേഷം പിന്നെ പേരൻസ് ഒക്കെ ഒരുപാട് വയസ്സായില്ല, അപ്പം അവർക്ക് നോക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ അങ്ങ് നിർത്തിയതാണ്. ആൺകുട്ടികളല്ലേ, അവരെയൊക്കെ ശരിക്കും നോക്കിയില്ലെങ്കിലും പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അദ്ദേഹത്തിന് ജോബ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ധൈര്യമായിട്ട് അങ്ങ്. ശരി. ഹസ്ബൻഡ് പിന്നെ കേരളത്തിൽ തന്നെയല്ലേ അതോ ജോലി ചെയ്യുന്നത്? ഇപ്പം അദ്ദേഹം ഇപ്പോഴും ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ശരി. അതെ, കോവിഡ് കാലത്തെക്കുറിച്ച് പറഞ്ഞു. കോവിഡ് കാലത്ത് ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്കും അറ്റൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആ ഒരു കോവിഡ് കാലം ഓർക്കുകയായിരുന്നു. അന്ന് ആസാദി ഒന്നും ഇത്ര പോപ്പുലറായ സമയമൊന്നും അല്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ശാന്തി സിസ്റ്ററിനെയും പാസ്റ്ററിനെയും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഞാൻ ഇങ്ങനെ ഓൺ ചെയ്യും, കറക്റ്റ് സമയത്ത് ഓൺ ചെയ്യും, അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ആ സമയത്ത് എനിക്കത് ഭയങ്കര ആശ്വാസമായിരുന്നു. അതെ, കാരണം അതിനൊക്കെ ഒരു വർഷം കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നു ആസാദിയൊക്കെ ആളുകൾ കാണാനും ഒക്കെ തുടങ്ങിയത് അന്ന്. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് 40 ഡേയ്സ് സിസ്റ്ററെ, അതൊരു അനുഭവമാണ് സിസ്റ്ററെ. കാരണം ഈ കോവിഡ് തുടങ്ങുന്നത് 2020 ഏകദേശം ഒരു മാർച്ച് മാസത്തില്, മാർച്ച് 13 എങ്ങാണ്ടാണ് ലോക്ക്ഡൗൺ വരുന്നത്. പക്ഷെ ദൈവം അതിനൊരു കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളൊരു ഒക്ടോബർ മാസം വരെ ഒരു കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് ആയിരുന്നു, 2019 ഒക്ടോബർ വരെ. അപ്പോൾ ഒക്ടോബർ മാസം 14-ാം തീയതിയാണെന്ന് തോന്നുന്നു ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഭൂലോകം മുഴുവനും ഒരു മഹാക്ഷാമം ഉണ്ടാകാൻ പോകുന്നു, ദൈവമക്കൾക്ക് മാത്രമേ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ, വളരെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെയൊക്കെ പോവുകയാണെന്ന് പറഞ്ഞൊരു പ്രവചന ദൂത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒക്ടോബറിൽ ആ ഫാസ്റ്റിങ് കഴിഞ്ഞ ഉടനെ തന്നെ, ഫാസ്റ്റിംഗ് ആയിരുന്നതുകൊണ്ട് പിന്നെ അടുത്ത ഫാസ്റ്റിംഗ് വെച്ചില്ല, പക്ഷേ ഡിസംബർ 31 വരെ 40 ദിവസം ഞങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിച്ചു. 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇല്ലാതെ തന്നെ. ആ ഒരു ഫാസ്റ്റിങ് ആ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന 40 കഴിഞ്ഞ ഉടനെ ദൈവാത്മാവ് പറഞ്ഞു അടുത്ത 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് ഇയർ ഓഫ് എക്സ്പാൻഷനാന്ന് പറഞ്ഞു. അങ്ങനെ 2020 ജനുവരി 1 ഞങ്ങൾ സ്കിപ്പ് ചെയ്തു, കാരണം ഒരു 40 അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട്. ജനുവരി 2 മുതൽ ഞങ്ങൾ അടുത്ത അടുത്ത 40 ഞാൻ പറയാതെ അടുത്ത 40 ഡേയ്സ് ഫാസ്റ്റിങ് ഞങ്ങൾ തുടങ്ങി. കാരണം 40യുടെ ഒത്തിരി കണക്കുണ്ട്, അതാ സാൻഡി ഇടയ്ക്ക് പറഞ്ഞത്. അടുത്ത 40 ഞങ്ങൾ തുടങ്ങി. ആ 40 തീർന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 40 ഡേയ്സ് ബൈബിൾ റീഡിങ് ചലഞ്ച് വെച്ചു. അന്നേരമൊന്നും കോവിഡ് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 40 ഒക്ടോബർ മുതൽ തുടങ്ങുന്നു, അടുത്തൊരു 40 ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റിംഗ് പ്രെയർ, അതും ജനുവരി 2 മുതൽ. അടുത്ത 40 ബൈബിൾ റീഡിങ് ചലഞ്ച്, 40 ദിവസം കൊണ്ട് വേദപുസ്തകം വായിച്ചു തീർക്കുക. അത് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ചർച്ചയിൽ ഒരു നല്ല പങ്ക് ആളുകൾ വേദപുസ്തകം വായിച്ചു തീർത്തു 40 ദിവസം കൊണ്ട്. അതെ. അപ്പം ആ ഒരു 40 ഡേയ്സ് ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ അപ്പർ റൂമിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ 40 തീരുന്ന ദിവസം ദൈവാത്മാവ് ഞങ്ങൾക്ക് തന്ന ദൂത്, മറ്റാർക്കും വരാത്ത പരീക്ഷയും കഷ്ടതയുടെയും ദിനങ്ങൾ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് 40 ദിവസം ഉപവസിച്ചിട്ട് ഇതാണോ പറയുന്നത്? പക്ഷേ അതിനുശേഷം പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ അങ്ങ് തുടങ്ങുകയാണ്. ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അടുത്ത 40 ഡേയ്സ് ഈ ബൈബിൾ റീഡിങ് ചലഞ്ച് കഴിഞ്ഞ ഉടനെ ഈ 40 ഡേയ്സ് നമ്മൾ പ്രെയർ വെച്ചു, ഫാമിലി ടൈം ഫാമിലി പ്രെയർ വെച്ചു. പിന്നെ 40 ഡേയ്സ് ഓൺലൈൻ ബൈബിൾ സ്കൂൾ വെച്ചു. പിന്നെ കോവിഡ് തീരുന്നിടം വരെ 40 ഇങ്ങനെ നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് ഓരോ പ്രോഗ്രാം വരുന്നത്. അതിനകത്താണ് സിസ്റ്ററൊക്കെ പങ്കെടുത്തത്. ലൈവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ലൈവ് മീറ്റിങ്ങുകൾ അതിനകത്തുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം, വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ തന്ന സമയമാണ്. കാരണം അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ പ്രാർത്ഥിക്കല്ലേ. മിക്കവാറും എല്ലാവരും കണ്ടിന്യൂസ് മീറ്റിംഗ് തുടങ്ങിയത് ഈ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞാൽ. ഞങ്ങൾ അതിനൊരു ഉദ്ദേശം ഒരു 3 മാസമല്ല, ഒരു 6 മാസം മുമ്പ് തന്നെ
ഏകദേശം 3 ഒക്ടോബർ മുതൽ, എൻ്റെ ഒക്ടോബർ മുതൽ തന്നെ ഞങ്ങൾ വേർതിരിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു ബലമാണ് അവിടുന്ന് കിട്ടിയ ഒരു ബൂസ്റ്റ് എന്ന് പറയുക. അതാണ് സത്യത്തിൽ ആസാദിയെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വണ്ടിയൊക്കെ റോഡിൽ നിന്ന് പെട്ടെന്ന് മാറിയ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ ചിന്തിക്കുക അങ്ങനെ സംഭവിക്കുമെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സതിയിൽ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹൈവേയിൽ ഓടി വരുമ്പോൾ ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോവുക. അല്പം എൻ്റെ തെറ്റാണ്. കാരണം ഒരു ട്രക്കിനെ ഞാൻ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ ഒരു വലിയ ഒരു ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നേരെ ഒരു ഭിത്തിയുണ്ടല്ലോ, എന്താ ഡിവൈഡർ, അതിൻ്റെ നേരെ ഓടി ചെല്ലുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഭയങ്കര സ്പീഡിലാണ് പോയത്. പക്ഷേ ഞാൻ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളപ്പോൾ ഞാൻ കണ്ടു തൊട്ട് മുന്നിൽ ഈ പറഞ്ഞ പോലെ അപ്രോച്ച് റോഡിൻ്റെ ഡിവൈഡർ മതിൽ തുടങ്ങുകയാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ വണ്ടി വെട്ടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അടുത്ത നിമിഷം ഞാൻ കാണുന്നത് വണ്ടി വലത് സൈഡിലെ ലൈനിലോട്ട് മാറി ഈ ട്രക്കിൻ്റെ മുമ്പിൽ റോഡിലിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സൂപ്പർ നാച്ചുറൽ എന്ന് പറയും. ഇന്നും എനിക്ക് എന്താ പറഞ്ഞത്, എനിക്ക് ദഹിക്കാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അനുഭവം. അത് എങ്ങനെ സംഭവിച്ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും. എങ്ങനെയാണ് എൻ്റെ വണ്ടി റോഡിൽ വന്നതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം, ദൈവത്തോടു കൂടെ ജീവിക്കുന്നത് അല്ലേ, വലിയ അനുഭവം. അതെ അതെ, സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശരി, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സർവശക്തി. ലോകത്തിലെ മനുഷ്യരിത് കേൾക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ടും ഭ്രാന്തായിട്ടും ഒക്കെ തോന്നും. പക്ഷെ അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിന്റെ മാധുര്യം അറിയത്തുള്ളൂ. ദൈവത്തിന്റെ ഇപ്പൊ അഭിഷേകത്താൽ നിറയുക എന്നൊക്കെ പറയുമ്പോൾ ലോകർക്ക് അത് ചിരിയാണ്. പക്ഷെ നമുക്കറിയാം അതിലെന്താ കാര്യം എന്നുള്ളത് അല്ലേ. അന്യഭാഷയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കും. അതെ, സിസ്റ്റർ ആഭരണ ഊരിയ കാര്യം പറഞ്ഞു. ഇപ്പം നമുക്കറിയാലോ, ആഭരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര ചർച്ചയും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് സിസ്റ്ററെ, ദൈവത്തോട് കർത്താവ് ഇത് ഊരണോന്ന് ചോദിച്ചിട്ടുള്ളവരോടെല്ലാം ദൈവം ഊരാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നോട് ഇട്ടോ എന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആരും ഇന്ന് വരെ. ഞാൻ എത്രയോ സാക്ഷ്യങ്ങൾ ആസാദിക്കൂടെ കൊണ്ടുവന്നു. ആഭരണം ഇട്ടവരുടെയും കൊണ്ടുവന്നു, ഇടാത്തവരുടെയും കൊണ്ടുവന്നു. ഇട്ടവരോട് നമുക്ക് പിണക്കൊന്നുമില്ല കേട്ടോ. അവരെ സ്വർഗത്തിൽ പോത്തില്ലെന്നൊന്നും പറയുന്ന ദൈവദാസനല്ല ഞാൻ. അതിലുള്ളതെന്ന് പറഞ്ഞാല്, ആഭരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി ഊരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളത്തില് ദൈവം ഇടപെടണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആഭരണം ഉള്ളത് കൊണ്ട് അവര് ദൈവത്തെ പ്രാർത്ഥിക്കാൻ വരണ്ടെന്ന് നമ്മൾ പറയരുത് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായമാണ്. എനിക്കറിയത്തില്ല ബാക്കിയുള്ള. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് നിത്യതയെ ബാധിക്കുന്ന ഉപദേശമൊന്നുമല്ല. പക്ഷേ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചവരോടും ഒക്കെ കർത്താവ് ആ വിധത്തിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ്. പിന്നെ റിവൈവൽ നടന്നിടത്തൊക്കെ ഇത് നടക്കത്തുള്ളൂ. റിവൈവൽ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പറ്റത്തില്ല. മാനുഷികമായിട്ട് നമ്മുടെ ജഡത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന വലിയ ഡിഫിക്കൽട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായമില്ലാതെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അതതിൻ്റെ വാസ്തവം. സിസ്റ്റർ മെൻഷൻ ചെയ്തോണ്ടൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാനും ചോദിച്ചായിരുന്നല്ലേ, ഞാൻ പറഞ്ഞു വൈ എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ലല്ലോ ദൈവം നോക്കുന്നു ഹൃദയത്തെ അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ച വ്യക്തിയാണ്. പക്ഷെ പിന്നെ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് എന്നോട് ദൈവം ഇടപെട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ അതിൽ വിഷയമൊന്നുമില്ല. എനിക്ക് പിന്നെ അത് ഇടണമെന്നും തോന്നിയിട്ടില്ല. അതാണ്, ദൈവം ഇടപെട്ടാല് സ്വയമേ നമ്മൾ ഊരിക്കഴിഞ്ഞാല് അത് പിന്നെ എവിടെ നമ്മൾ ഇടത്തില്ല. ശരി, സിസ്റ്റർക്ക് വിട്ടുപോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഉണ്ട് ഒരു വിഷയം കൂടെ ഉണ്ട്. അതായത് മരണകരമായ പല ആപത്തുകളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ച 3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഇളയ മോനെ പ്രഗ്നൻസിക്കുമ്പോൾ ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ ഞാൻ വീണിട്ടുണ്ട്. പക്ഷേ കൃപയാൽ ഒന്നും സംഭവിച്ചില്ല, ദൈവം കാത്തു. അതുപോലെ തന്നെ മോൻ ചെറുതായിരിക്കുമ്പോൾ, ഇളയ പൈതലിൽ ചെറുതായിരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ ഈ ഡോർ ഇങ്ങനെ ചാരിയിട്ട് ഞാൻ നമ്മുടെ ആ വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് താഴോട്ട് ആ പുരയിടത്തിലോട്ട് പോകുന്ന സമയത്ത് ഞാനൊരു സ്ലാബില് ഇങ്ങനെ വീണിട്ട് ഈ തല വന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച്, എനിക്ക് ആ സൗണ്ട് കേൾക്കാം, തല ഇടിച്ച്. എന്നിട്ട് പിന്നെ എൻ്റെ ബോധം അങ്ങ് പോയി.
പിന്നെ എപ്പോഴും ബോധം വന്നു, പക്ഷെ ബോധം പെട്ടെന്ന് ദൈവം തന്നു. അതാണ് ജീവൻ പോയി, പക്ഷെ ദൈവം ജീവൻ തന്ന് ഞാൻ എണീറ്റ് വീണ്ടും എനിക്ക് ഭയങ്കര അതിശയമാണ് അതൊക്കെ. കാരണം ആ സ്ഥാനത്ത് ഒരു ചെറിയ ഇടി ഇടിച്ചാൽ മതി, ആ ആള് പിന്നെ ഇല്ല. ഇത്രയും വലിയ ഒരു സിമെന്റ് സ്ലാബിൽ എൻ്റെ തല ചെന്ന് ഇടിക്കുന്ന സൗണ്ട് എനിക്കറിയാം. ഇടിച്ചിട്ട് ഞാൻ ജീവനോടെ ഇപ്പോഴും നിങ്ങളെ മുന്നിലായിരിക്കുന്നു. അപ്പൊ പല സന്ദർഭങ്ങളിലും ദൈവം എന്നെ മരണത്തിൽ നിന്ന് കോരി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പൊ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കാരണം നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്നേ തീർന്നു പോകായിരുന്നു. അപ്പൊ അവിടെ നിന്നെല്ലാം ദൈവം കാത്തു പരിപാലിച്ച്, മരണകരമായ പല കാര്യങ്ങളിൽ നിന്നും ദൈവം എന്നെ കാത്തു പരിപാലിച്ച് ഇത്രത്തോളം ആക്കി. ദൈവത്തിന് സർവമാക്കും, അല്ലാതൊന്നും പറയാം. സ്തോത്രം. സിസ്റ്റർക്ക് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലലുയാ. സ്തോത്ര കർത്താവേ. ഹാലലുയ ഹാലലുയ. നന്ദിയപ്പ. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സമയങ്ങളുടെ സ്ഥാനത്തിൽ ആർപ്പം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഹാലലു ജീവിത സാക്ഷ്യം പറയുവാൻ തന്ന സാഹചര്യത്തിനായി നന്ദി കർത്താവേ. പ്രത്യേകാൽ കർത്താവേ, ഹാലലൂയ. ദൈവമേ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമേ ജനത്തിന് കർത്താവേ ഇതൊരു വിടുതലായി തീരട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിലും കർത്താവേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ കർത്താവേ. ദൈവം എന്തെന്നും കർത്താവേ അവർ സേവിക്കുന്നത് ദൈവത്തെ ആണോ എന്ന് മറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു കൃപ കർത്താവേ അവർക്ക് കൊടുക്കുമാറാകണമേ കർത്താവേ. ഇത് അന്ത്യകാലമാകയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സർവ്വജനത്തിന്മേലും അങ്ങയുടെ ആത്മാവിനെ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രത്യേകാൽ കർത്താവെ ദേവദാസനെയും ദേവദാസയെയും കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, അവരുടെ കർത്താവെ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ഏതെല്ലാം വിഷയത്തിൽ ഈ കുടുംബം ഭാരത്തിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുന്നു, ആ വിഷയത്തിലെല്ലാം ഈ നാളുകളിൽ തന്നെ മറുപടിയെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു. ശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ കുടുംബത്തെ ഇനി അങ്ങ് ഒരുക്കിയെടുക്കുന്ന കൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവപ്രവൃത്തി ഇതിന്മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. സർവ്വതങ്ങളുടെ നാമത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മളെല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പ്രത്യേകമായി കർത്താവേ ഞങ്ങളോടൊപ്പം കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ പ്രധാന ദാസിയുടെ മേൽ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്തിരി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളായിരുന്നു. സ്തോത്രം. ദൈവം മാനിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.